ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബന്ന് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. ബൺ സാൻഡ്വിച്ച്. അപ്പോൾ അത് നല്ല ടേസ്റ്റിയുമാണ്. അതേപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വൈകുന്നേരത്തെ ചായക്കും ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അതിനാദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് മഞ്ഞളും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതേപോലെ തന്നെ ചിക്കനുണ്ട്. ഈ വെള്ളവും ചിക്കനും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇതിൻ്റെ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ ചിക്കന് ചെറിയ പീസസ് ആയിട്ട് മാറ്റി വെക്കാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുക. ഇനി അടുത്തതായി ഒരു പാനിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ സവാള, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, പിന്നെ 1 കപ്പോളം മല്ലിയില, ക്യാപ്സിക്കം, 3 പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ആദ്യം തന്നെ ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറണം, അതേപോലെ തന്നെ നമ്മുടെ സവാള സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ സവാള സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് മസാല ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു മസാലയാണിത്. നല്ല ടേസ്റ്റുമാണ്. പോരാനിട്ട് ഒരുപാട് പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ആകെ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം പച്ചമണം മാറാനൊന്നും ഉണ്ടാവില്ല, കുരുമുളകും ഗരം മസാലയിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ആണിത്, അതായത് ആ ചിക്കൻ വേവിച്ച വെള്ളം. ഇത് ഫുള്ളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണ് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള മസാലകളെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് ചിലർ ചിക്കൻ്റെ മേഗിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇടാറുണ്ട്. ആ സെയിം ടേസ്റ്റാണ് ഈ ഒരു വെള്ളം ഒഴിച്ചാൽ ഉണ്ടാവുക. അപ്പോൾ അത് ഹെൽത്തി അല്ല, പക്ഷേ ഇത് ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മസാല തയ്യാറാക്കുകയാണ്, മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ചിക്കന് കൂടി ആഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കന് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു ചിക്കൻ്റെ ആ ഒരു വെള്ളം മസാലയിലേക്ക് നല്ലവണ്ണം പിടിച്ച് കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ടാണ് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ മല്ലിയില അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മസാല ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ലാണ്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാലയാണിത്. നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മസാല നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളവും പിന്നെ ആഡ് ചെയ്ത കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അതെല്ലാം നമ്മുടെ ചിക്കനിലേക്കും സവാളയിലേക്കെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാലയാണിത്. നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ ബന്നാണ് എടുത്തത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കുക. അതായത് ബ്രെഡ് എടുക്കുക, അതേപോലെ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടല്ലോ ചെറിയത്, ആ ടൈപ്പുള്ള എടുക്കുക. അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും എടുക്കുക. ഈ ഒരു ബന്നിലേക്കാണ് ഞാൻ ഈ ഒരു മസാല ഫില്ല് ചെയ്തെടുക്കുന്നത്. ബന്നുണ്ടെങ്കിൽ ബന്നാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബന്നിൻ്റെ അടിഭാഗം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ഡീപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്യരുത്. ഡീപ്പായി കട്ട് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ പുറത്തേക്ക് കത്തി പോവും. അങ്ങനെ ആവാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് പൊക്കി കൊടുത്താൽ ഇതേപോലെ ഇങ്ങനെ ഒരു ഹോള് കിട്ടും. ഇങ്ങനെ ഹോള് കിട്ടുന്ന രീതിക്ക് നിങ്ങൾ ബന്നിനെ മുറിച്ചെടുക്കുക. അതിനുശേഷം 1 സ്പൂണോളം മസാല നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഓവറായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് ഫില്ല് ചെയ്താൽ നമുക്കിത് അടക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്ര മാത്രം മസാല മതി. ഇനി ഇതിൻ്റെ മേലിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ ഇഷ്ടമുള്ള സോസ് എന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതിനിങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ചാൽ തന്നെ അതവിടെ കവറായിട്ട് നിൽക്കും. ഇതേപോലെ എല്ലാ ബന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബന്ന് തന്നെ തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. അല്ലെ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡിൽ ഈ ഒരു മസാല വെച്ച് നിങ്ങൾ തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ എല്ലാ ബന്നും ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോകാം.
അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് വലിയ പാൻ തന്നെ എടുക്കുക. എല്ലാം ഒരേ സമയത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് വലിയ പാനാണ് നല്ലത്. അപ്പോൾ ഒരു പാന് ചൂടാകുന്ന സമയത്ത് ഞാൻ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബന്ന് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു ഭാഗം നമ്മൾ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്യുക. അതായത് നമ്മൾ മുറിച്ചെടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബട്ടറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാതെ വേണമെങ്കിൽ ഇത് കഴിക്കുക. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഗസ്റ്റെല്ലാം വരുന്നവരെ തീർച്ചയായും നിങ്ങളിത് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലിൽ ഞാൻ മുട്ട ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അത് രണ്ടും ആകുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ഫ്ലേവറും കൂടിയും കിട്ടുക, കുറച്ചും കൂടി നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ ഒരു സ്നാക്കിന്. അപ്പോൾ ഇത് ഒട്ടും പണിയില്ല. ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് ടോസ്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ 4 ഇടുമ്പോൾ തന്നെ ഒരു ഭാഗം റെഡി ആയിട്ട് ഉണ്ടാവും. 1 മിനിറ്റ് മതി. 1 മിനിറ്റ് 2 ഭാഗവും കൂടി ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ബന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാനിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബന്ന് ഞാനിവിടെ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു മസാലക്ക് സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഒരു 4 എണ്ണം ഉണ്ടാക്കിയാൽ തന്നെ നമുക്കൊരു 8 എണ്ണം കിട്ടും. ഇതേപോലെ ഇങ്ങനെ മുറിച്ചിട്ടാണ് നമ്മൾ സാധാരണ സെർവ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇതേപോലെ മുറിച്ചിട്ടല്ലെങ്കിൽ ഓരോന്നായിട്ടും കഴിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെയുള്ള ഈസി സ്നാക്കായിട്ടും അതേപോലെയുള്ള ടിപ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.